കളി സുരേഷ് ഗോപിയോടാണെങ്കിൽ അത് വേണ്ട. സുരേഷ് ഗോപി ഒരു വർഗീയവാദിയുമല്ല, രാജ്യം അറിയപ്പെടുന്നൊരു നടനാണ്, അതിലുപരി രാജ്യസഭാ MP-യുമായിരുന്നു. ഇപ്പോഴിതാ തൃശ്ശൂരിൻ്റെ സർവസ്വവുമാണ്. തെരഞ്ഞെടുപ്പെടുത്തപ്പോൾ ചിലർക്ക് ഭീതി തുടങ്ങി. അങ്ങനെ അവർ സുരേഷ് ഗോപി പറയുന്നതിനൊക്കെ കാത്തിരിക്കുകയാണ്. എന്നിട്ട് വേണം അവയൊക്കെ വിവാദമാക്കാൻ. അങ്ങനെ സുരേഷ് ഗോപിക്കെതിരെ പലതും പടച്ചുവിടാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ശ്രമം പതിവ് പോലെ അദ്ദേഹത്തെ ഒരു വർഗീയവാദിയായി ചിത്രീകരിക്കാനാണ്. അങ്ങനെ തന്നെ വർഗീയവാദിയെ ചിത്രീകരിച്ച് കമൻറ്റ് ചെയ്യുന്നവർക്ക് ചുട്ട മറുപടി തന്നെ നൽകുകയാണ് സുരേഷ് ഗോപിയും. ബ്രാഹ്മണനാകണമെന്ന് പറഞ്ഞതിനെ ചിലർ വളച്ചൊടിക്കുകയാണ്. ഏത് സാഹചര്യത്തിലാണ് തന്നത് പറഞ്ഞതെന്ന് ആദ്യം മനസ്സിലാക്കണം. വസ്തുത അറിഞ്ഞ ശേഷം മാത്രമേ വിമർശിക്കാവൂ. സുരേഷ് ഗോപി ഇങ്ങനെ പറയുന്നു: എൻ്റെ ജീവിതം അയ്യനുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ ജനിച്ചു വീണ വീട്ടിലെ പ്രധാന ആരാധനാമൂർത്തി അയ്യപ്പനാണ്. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബത്തിലെ ആചാരമനുസരിച്ച് മണ്ഡലകാലമായി കഴിഞ്ഞാൽ ശബരിമലയിൽ പോകും. പിന്നെ അതിൻ്റെ ചിട്ട അനുസരിച്ചാണ് വീട്ടിലെ ബാക്കി കാര്യങ്ങൾ. ശബരിമലയിൽ തന്ത്രിമാരും മേൽശാന്തിമാരും കീഴ്ശാന്തിമാരും ഹോമം നടത്തുന്നു, വിളക്ക് കത്തിക്കുന്നു, എണ്ണ തേച്ച് വിഗ്രഹത്തെ കുളിപ്പിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ എനിക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റിയെങ്കിൽ എന്നൊരു തോന്നലാണ്. അടുത്ത ജന്മമുണ്ടെങ്കിൽ ഞാൻ പൂണൂലിട്ട ബ്രാഹ്മണനായി ജനിക്കും. ഞാനീ പറഞ്ഞതിൻ്റെ പേരിൽ പലരും രാഷ്ട്രീയ തന്ത്രങ്ങൾ ഉണ്ടാക്കുകയാണ്. ഈ പൊട്ടന്മാർ എന്നെപ്പറ്റി എന്താ വിചാരിച്ചിരിക്കുന്നത് എന്ന് സുരേഷ് ഗോപി ചോദിക്കുന്നു. വർഗീയവാദിയാക്കി തന്നെ തേജോവധം ചെയ്യാനാണ് ഇതിൻ്റെ പേരിൽ അവർ ശ്രമിക്കുന്നത്. എൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് അയ്യനുമായിട്ട് കണക്റ്റാണ്. ഞാൻ ജനിച്ച് വീഴുന്ന വീട്ടിൽ അയ്യപ്പൻ പ്രധാന മൂർത്തിയാണ്, ആരാധനാമൂർത്തി. അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബങ്ങളിലെ സമ്പ്രദായം അനുസരിച്ച് മണ്ഡലകാലം എന്ന് പറഞ്ഞാൽ ശബരിമല, പിന്നെ അതിൻ്റെ ചിട്ട അനുസരിച്ച് അങ്ങനെയാണ്. അപ്പം ഞാൻ എപ്പോഴും ആഗ്രഹിക്കും ഈ തന്ത്രിമാരും മേൽശാന്തിമാരും കീഴ്ശാന്തിമാരും ഒക്കെ അയ്യപ്പൻ്റെ അടുത്ത് ചെന്നിട്ട് ഉണർത്തുന്നു, വിളക്ക് കത്തിക്കുന്നു, എണ്ണ തേച്ച് കുളിപ്പിക്കുന്നു. ഇതെല്ലാം ഇങ്ങനെ കാണുമ്പോൾ അയ്യോ എനിക്കിത് ചെയ്യാൻ പറ്റിയെങ്കിൽ. സത്യം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അടുത്ത വർഷം ഞാൻ പൂണൂലിടുന്ന ബ്രാഹ്മണനായി ജനിക്കും. എന്തിനു വേണ്ടിയാണ് ഈ പൊട്ടന്മാരെന്താ വിചാരിച്ചിരിക്കുന്നത്? അത് വെച്ചിട്ട് അവർ പൊളിറ്റിക്കൽ ട്രിക്കിംഗ് ആണ് നടത്തുന്നത്. അപ്പോൾ നിങ്ങളിത് അന്വേഷിച്ച് കണ്ടെത്തണം. ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സത്യം അറിയണമെങ്കിൽ ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കാൻ നിങ്ങൾക്ക് ഫോൺ നമ്പർ തരാൻ. രാജീവ് തന്ത്രിയുടെ വിളിച്ചു ചോദിക്കും. ഇങ്ങനെ ഒരു ആഗ്രഹം എത്ര വർഷമായിട്ട്, 25 വർഷമായിട്ട് ഞാൻ അദ്ദേഹത്തോട് പറയുന്നുണ്ട്. റൈറ്റ് ഫ്രം 95 മേബി മോർ ദാൻ 27 years. അപ്പോൾ വർഗീയനാണ് എന്ന് പറഞ്ഞ് വേറൊരു ഉദ്ദേശമാണ്. ഇമേജ് സൈസ് ഔട്ട് ചെയ്യുക, വ്യക്തിയെ കട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഗുഡ് ഫോർ നോട്ട് ഗുഡ് ഫോർ ജെന്റിൽ ലിവിങ്. അതൊക്കെ ഇപ്പോഴും കമന്റ് ഇടുന്നുണ്ട് ചില ഊളകൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ. തന്ത്രി രാജീവരോട് 1995 മുതൽ താൻ പറയുന്നതാണ് ഈ ആഗ്രഹം, ഒരു ബ്രാഹ്മണനാകണമെന്ന്. അത് പറഞ്ഞതിന് എന്തിനാണ് തന്നെ വർഗീയവാദിയെ ചിത്രീകരിക്കുന്നത് എന്നാണ് സുരേഷ് ഗോപി ചോദിക്കുന്നത്. തനിക്കിപ്പോഴും ആ ആഗ്രഹം ഉള്ളിലുണ്ട്. അതിൻ്റെ പിന്നിലെ വസ്തുത അറിഞ്ഞിട്ട് വേണം തന്നെ വിമർശിക്കാനും വർഗീയവാദിയെ ചിത്രീകരിച്ച് വ്യക്തിഹത്യ ചെയ്യാനും സുരേഷ് ഗോപി പറഞ്ഞു നിർത്തുന്നു. ഇപ്പോൾ സുരേഷ് ഗോപിയെ വ്യക്തിഹത്യ നടത്താൻ ശ്രമിച്ചവർക്ക് ചുട്ട മറുപടി കിട്ടി കാണും അല്ലേ?